കേറ്റഡ് പരീക്ഷയിലെയും PSC പരീക്ഷകളിലെയും സിലബസിന്റെ ഭാഗമായ മലയാളം സംബന്ധമായുള്ള നമ്മുടെ ക്ലാസ്സുകൾ നമ്മൾ തുടരുകയാണ്. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് പദശുദ്ധിയെക്കുറിച്ചാണ്. ഈ പരീക്ഷകളിൽ ചില ചോദ്യങ്ങൾ കാണാം. 4 വാക്കുകൾ നൽകിയിരിക്കും. അതിൽ ശരിയായി എഴുതിയിരിക്കുന്ന വാക്ക് എടുത്തെഴുതാനുള്ള ചോദ്യം. നമുക്ക് ഒരു സാമ്പിൾ ആയിക്കൊണ്ട് ചില ചോദ്യങ്ങൾ പരിശോധിക്കാം. ഒരു കേറ്റഡ് പരീക്ഷയിൽ വന്ന ചോദ്യം: ചുവടെ കൊടുത്തിരിക്കുന്നവയിൽ ശരിയായി എഴുതിയ പദം ഏത്? കൃത്യനിഷ്ഠ, പ്രതിച്ഛായ, പ്രതിപാദനം, ജിജ്ഞാസ. ഇതിൽ ശരിയായിട്ടുള്ളത് ഏതാണ്? കൃത്യനിഷ്ഠ എന്ന് പറയുമ്പോൾ ഒരുപക്ഷെ അത് ശരിയാണ് എന്ന് നമുക്ക് തോന്നിയേക്കാം, പക്ഷെ അത് തെറ്റാണ്. പ്രതിച്ഛായ എന്നതും തെറ്റാണ്. പ്രതിപാദനം എന്നതും തെറ്റാണ്. ജിജ്ഞാസയാണ് അതിൽ ശരിയായിട്ടുള്ള പദം. അപ്പൊ ഇങ്ങനെ ശരിയായ പദങ്ങൾ നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ടതുണ്ട്. മറ്റൊരു കേറ്റഡ് പരീക്ഷയിൽ വന്ന ചോദ്യം ഇങ്ങനെയാണ്: താഴെ കൊടുത്തിരിക്കുന്ന പദങ്ങളിൽ ശരിയായി എഴുതിയിരിക്കുന്നത് കണ്ടെത്തുക. എ ഷാഠ്യം, ബി വ്യഥ, സി ആധി, ഡി സ്തോഭം. ഇതിൽ ശരിയായിട്ടുള്ളത് സി ആണ്. ആധി എന്നത് മാത്രമേ ഇതിൽ ശരിയായിട്ടുള്ളൂ. ബാക്കി 3 എഴുതിയത് തെറ്റാണ്. ഇനി പദശുദ്ധിയുമായി ബന്ധപ്പെട്ട് ചില PSC പരീക്ഷകളിൽ വന്ന ചോദ്യങ്ങൾ നമുക്ക് നോക്കാം. താഴെ കൊടുത്തവയിൽ ശരിയായ പദമേത്? പുനർചിന്ത, പുനർചിന്ത, പുനശ്ചിന്ത, പുനഃചിന്ത. ഇതിൽ ഏതാണ് ശരി? സി ആണ് ശരിയായ ഉത്തരം, പുനശ്ചിന്ത. 2013 LDC പരീക്ഷയിൽ കൊല്ലം ജില്ലയിൽ ചോദിച്ച ചോദ്യം നോക്കാം. ഇവയിൽ ശരിയായ പദമേത്? അതിഥി, അതിഥി, അജ്ഞനം, അഞ്ജനം. ഇതിൽ ശരിയായിട്ടുള്ളത് ഏതാണ്? ബി മാത്രമാണ് അതിൽ ശരിയായിട്ടുള്ളത്, അതിഥി. അടുത്ത ചോദ്യം നോക്കാം. അത് 2017 LDC പരീക്ഷയിൽ ചോദിച്ചതാണ്. ഇവയിൽ ശരിയായ പദമേത്? അന്തഃഛിദ്രം എന്ന് എങ്ങനെ എഴുതും എന്നതാണ് ചോദിച്ചിരിക്കുന്നത്. അതിൽ സി ആണ് ശരിയായ ഉത്തരം, അന്തഃഛിദ്രം. സി ആണ് ശരിയായ ഉത്തരം. ചില പരീക്ഷകളിൽ തെറ്റായ പദം കണ്ടെത്താനും ചോദിക്കാറുണ്ട്. താഴെ കൊടുത്തിരിക്കുന്നവയിൽ തെറ്റായ പദമേത്? എ ലൗകികം, ബി മുതലാളിത്തം, സി ഐതിഹ്യം, ഡി പ്രവൃത്തി. ഇതിൽ തെറ്റായിട്ടുള്ളത് എ ആണ്, ലൗകികം. അപ്പൊ ചില ഉദാഹരണങ്ങളൊക്കെ നമ്മൾ പരിചയപ്പെട്ട് കഴിഞ്ഞു. ഇത്തരം ഒരു ചോദ്യം പരീക്ഷയിൽ വന്നു കഴിഞ്ഞാൽ എങ്ങനെയാണ് നമ്മൾ ഉത്തരം എഴുതുക? ഉത്തരം എഴുതണമെങ്കിൽ മലയാളത്തിലെ പദങ്ങളെപ്പറ്റി നല്ല ഒരു വിവരം നമുക്കുണ്ടായിരിക്കണം. അതിന് പരന്ന വായനയാണ് ആവശ്യം. പക്ഷേ നമ്മൾ ഒരു പരീക്ഷയ്ക്ക് വേണ്ടി ഒരുങ്ങിക്കൊണ്ടിരിക്കുന്ന ഈ ഒരു ഘട്ടത്തിൽ എങ്ങനെയാണ് മലയാളത്തിലെ ചില പദങ്ങൾ പരിചയപ്പെടുക? അതിന് ഇത്തരം പരീക്ഷകളിലൊക്കെ സ്ഥിരമായിട്ട് വന്നുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ വരാൻ സാധ്യതയുള്ള ചില പദങ്ങൾ നമ്മൾ പരിചയപ്പെടുകയാണ് വേണ്ടത്. അത്തരം ചില പദങ്ങൾ നമുക്ക് പരിചയപ്പെടാം. അക്ഷരത്തെറ്റ് കണ്ടെത്തുവാനായിട്ട് സ്ഥിരമായി വരാറുള്ള ചില പദങ്ങൾ നമുക്ക് പരിചയപ്പെടാം. ഈ പദങ്ങൾ നമ്മൾ പരിചയപ്പെടുമ്പോൾ എവിടെയാണ് സാധാരണ നമുക്ക് പിഴവ് പറ്റാറുള്ളത് എന്നുകൂടി നമ്മൾ ചിന്തിക്കേണ്ടതാണ്. ഒന്ന്, മുക്തകണ്ഠം. സാധാരണ അവസാനത്തെ അക്ഷരത്തിലാണ് അബദ്ധം സംഭവിക്കാറുള്ളത്. ടായാണോ ഠായാണോ എഴുതേണ്ടത് എന്നതിലാണ് തെറ്റുപറ്റാറുള്ളത്. വ്യത്യസ്തം, അതിലും അവസാന അക്ഷരം തം ആണോ അല്ലെങ്കിൽ ഥം എന്നാണോ എഴുതേണ്ടത് എന്നതിൽ സംശയമുണ്ടാവാം. പ്രതിഷ്ഠ, അതിലും അവസാനം ടായാണോ ഠായാണോ എന്നതിൽ സംശയമുണ്ടാവാം. ആധ്യാത്മികം, അവിടെ ചിലർക്ക് ആധ്യാത്മികം എന്നാണോ എഴുതേണ്ടത് എന്ന സംശയം ഉണ്ടാവാറുണ്ട്. ഉദ്ഘാടനം, സാധാരണ ഉദ്ഘാടനം എന്നാണ് നമ്മൾ പറയാറുള്ളത്. ഇവിടെ എഴുതുന്നത് ഉദ്ഘാടനം എന്നാണ് എഴുതേണ്ടത്. ജഡ, അനുഷ്ഠാനം, അവിടെയും ടായാണോ ഠായാണോ എന്ന് എഴുതേണ്ടത് എന്നതിൽ സംശയം ഉണ്ടാവാം. കഷണം, ചെലവ്, യാദൃച്ഛികം, ഇവയൊക്കെ എങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്, ഏതെല്ലാം അക്ഷരങ്ങളാണ് ഉപയോഗിച്ചിരിക്കുന്നത് എന്ന് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക. മുക്തകണ്ഠം, വ്യത്യസ്തം, പ്രതിഷ്ഠ, ആധ്യാത്മികം, ഉദ്ഘാടനം, ജഡ, അനുഷ്ഠാനം, കഷണം, ചെലവ്, യാദൃച്ഛികം.
ഒരു കേട്ടറ്റ് പരീക്ഷയിൽ വന്ന ചോദ്യം നോക്കാം. ചുവടെ കൊടുത്തിട്ടുള്ളവയിൽ ശരിയായ രീതിയിൽ എഴുതിയ പദം ഏത്? നഷ്ടം, കഷ്ടം, ശിഷ്ടം, പ്രതിഷ്ഠ. ഇതിൽ ശരിയായിട്ടുള്ളത് ഡി ആണ്, പ്രതിഷ്ഠ എന്നതാണ്. എയും ബിയും സിയും തെറ്റായത് എങ്ങനെയാണ്? അതിൽ അവസാനം എഴുതിയിരിക്കുന്ന ഠായാണ് തെറ്റിയിരിക്കുന്നത്. അവിടെയൊക്കെ ടായാണ് എഴുതേണ്ടത്. എസ് പോലെയുള്ള ടായാണ് എഴുതേണ്ടത്. നഷ്ടം, കഷ്ടം, ശിഷ്ടം അതിലൊക്കെ ഒരേ ടായാണ് എഴുതേണ്ടത്. പക്ഷെ അവിടെ ഠ എഴുതിയിരിക്കുന്നു. പ്രതിഷ്ഠ മാത്രമേ ഇതിൽ ശരിയായിട്ടുള്ളൂ. അപ്പൊ ഡി ആണ് ശരിയായ ഉത്തരം. ചില പദങ്ങൾ കൂടി നമുക്ക് പരിചയപ്പെടാം. സഹൃദയൻ, ശൃംഖല, ഐക്യകണ്ഠേന. ഐക്യകണ്ഠേന എന്നതിൽ സാധാരണ അബദ്ധം സംഭവിക്കാറുള്ളത് ഐക്യ എന്നെഴുതും ചില ആളുകൾ. പക്ഷെ ഐക്യ എന്നില്ല, ഐക്യ എന്ന് മാത്രമേ ഉള്ളൂ. ഐക്യകണ്ഠേന. പ്രദക്ഷിണം, ചെമപ്പ്, സൃഷ്ടി, പീഡനം, യദൃച്ഛയ, വാൽമീകി, അസ്ഥിവാരം. അസ്ഥിവാരം എന്ന് എഴുതുമ്പോൾ അസ്ഥി എന്ന് എഴുതുന്ന പോലെ എഴുതരുത്. അസ്ഥി എന്ന് എഴുതുമ്പോൾ എല്ല് എന്ന അർത്ഥത്തിലുള്ള അസ്ഥി എന്ന് എഴുതുമ്പോൾ നമ്മൾ ധായാണല്ലോ എഴുതാറുള്ളത്. അതല്ല ഇവിടെ എഴുതേണ്ടത്, അസ്ഥിവാരം ആണ്, തായാണ് എഴുതേണ്ടത്. വിമ്മിട്ടം. വിമ്മിട്ടം എന്നത് മുമ്പ് പല പരീക്ഷകളും ചോദിച്ചതാണ്. അതിൽ വിമ്മിഷ്ടം എന്ന് എഴുതും. വിമ്മിഷ്ടമല്ല, വിമ്മിട്ടമാണ്. ജ്യേഷ്ഠൻ. ദൈവികം. ദൈവികം എന്ന് എഴുതുമ്പോൾ ഗ എന്നാണ് നമുക്ക് അവസാനത്തെ അക്ഷരം നമ്മൾ ഉച്ചരിക്കുന്നത്. പക്ഷെ കായാണ് യഥാർത്ഥത്തിൽ എഴുതേണ്ടത്. ദൈവികം. കവയിത്രി. അനുഗ്രഹീതൻ, രക്ഷാകർത്താവ്. അടിമത്തം. അടിമത്തം, മുതലാളിത്തം എന്നൊക്കെ എഴുതുമ്പോൾ ത്വം എന്ന് എഴുതി പോവരുത്. അടിമത്വം അല്ല, അടിമത്തം എന്നാണ്. അന്ധകാരം. ലൗകികം. ലൗകികം എന്ന് പറയുമ്പോൾ ഗ എന്നാണ് നമ്മൾ ഉച്ചരിക്കുന്നത്. രണ്ട് വാക്കും, രണ്ടക്ഷരവും. പക്ഷെ രണ്ടക്ഷരവും കായാണ്. ലൗകികം. ജഡം. മുതലാളിത്തം. നേരത്തെ പറഞ്ഞാൽ മുതലാളിത്വം എന്ന് എഴുതാൻ പാടില്ല, മുതലാളിത്തം എന്ന് എഴുതാവൂ. അതിഥി. അതിഥി എന്ന് എഴുതുമ്പോൾ തീ എന്നതും ധീയും അവസാനത്തെ രണ്ടക്ഷരങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോവാൻ പാടില്ല. പെട്ടെന്ന്. ഐതിഹ്യം. ഒരു PSC പരീക്ഷയിൽ വന്ന ഒരു ചോദ്യം നോക്കാം. 2014 LDC പാലക്കാട് ജില്ലയിലെ LDC പരീക്ഷയിൽ വന്ന ചോദ്യമാണ്. അടിമത്വം ഏറ്റുവാങ്ങുന്നത് ഏതൊരാൾക്കും ഭൂഷണമല്ല. ഈ വാക്യത്തിലെ തെറ്റായ പ്രയോഗം ഏത്? ഇപ്പോൾ പറഞ്ഞത് കൊണ്ട് നമുക്ക് പെട്ടെന്ന് മനസ്സിലാവും. അടിമത്വം എന്നല്ല, അടിമത്തം എന്നാണ് എഴുതേണ്ടത്. അതുകൊണ്ട് എ ആണ് തെറ്റ്. താഴെ നൽകിയിരിക്കുന്നു അടിമത്തം. എ അടിമത്വം, ബി ഏറ്റുവാങ്ങുന്നത്, സി ഏതൊരാൾക്കും, ഡി ഭൂഷണമല്ല. അപ്പോൾ എ ആണ് തെറ്റ്. അടിമത്വം എന്നല്ല എഴുതേണ്ടത്, അടിമത്തം എന്നാണ് എഴുതേണ്ടത്. സ്ത്രീത്വം. എവിടെയാണ് ത്വം എന്ന് വരുന്നത്, എവിടെയാണ് തം എന്ന് എഴുതേണ്ടത്? ഇത് പ്രത്യേകം ശ്രദ്ധിക്കണം. ഇവിടെ സ്ത്രീത്വം എന്ന് തന്നെ എഴുതണം. ഐകമത്യം. ഐക്യ എന്ന് പലപ്പോഴും എഴുതി പോകും. അങ്ങനെ എഴുതരുത്. ഐകമത്യം എന്നാണ്. ഐക്യമത്യം എന്നല്ല, ഐകമത്യം. നിഘണ്ടു. ആഷാഢം. സമ്രാട്ട്. സാമ്രാട്ട് എന്നല്ല എഴുതേണ്ടത്, സമ്രാട്ട് എന്നാണ് എഴുതേണ്ടത്. തീഷ്ണം. അജ്ഞലി. അജ്ഞലി എന്ന് എഴുതുമ്പോൾ രണ്ടാമത്തെയും മൂന്നാമത്തെയും അക്ഷരങ്ങൾ തമ്മിലാണ് മാറിപ്പോവുക. ആദ്യം ഞ് എന്ന് എഴുതി പിന്നെയാണ് ജ എഴുതേണ്ടത്. ചിലർ ആദ്യം ജ എഴുതി പിന്നെ ഞ എഴുതി പോകും. അതാണ് തെറ്റ് സംഭവിക്കാറുള്ളത്. അപ്പൊ അജ്ഞലി. ലക്ഷ്മണൻ. ഒരു കേട്ടറ്റ് പരീക്ഷയിൽ വന്ന ചോദ്യം നമുക്ക് നോക്കാം. താഴെ കൊടുത്തിരിക്കുന്നവയിൽ ശരിയായി എഴുതിയ പദം ഏത്? ആദരാജ്ഞലി. അത് ശരിയായി എഴുതിയിരിക്കുന്നത് ഏതിലാണ് എന്നാണ് ചോദ്യം. എ ആണോ, ബി ആണോ, സി ആണോ, ഡി ആണോ? ഇവിടെ ആദ്യത്തെയും രണ്ടാമത്തെയും അഥവാ എയും ബിയും നമ്മൾ ശ്രദ്ധിച്ചാൽ അതിലുള്ള കുഴപ്പം ജായാണോ ഞായാണോ ആദ്യം എഴുതേണ്ടത് എന്നതിലാണ്. ആദരാജ്ഞലി ആദ്യം എഴുതിയപ്പോൾ ആദരാ കഴിഞ്ഞ് ജ ആണ് എഴുതിയിരിക്കുന്നത്. ജ ഞ.
രണ്ടാമത്തതിൽ ഞാ ആദ്യം എഴുതി പിന്നെയാണ് ജ എഴുതിയിരിക്കുന്നത്. ഇതിൽ ഏതാണ് ശരി? മൂന്നാമത്തത് തെറ്റാണ്, നമുക്കറിയാം. ആദരാഞ്ജലി എന്ന് ഒരിക്കലും അങ്ങനെയല്ല എഴുതുന്നത്. നാലാമത്തെ ആദരാഞ്ജലി എന്നാണ്, അതും തെറ്റാണ്. എയോ ബിയോ ആയിരിക്കും ശരി. അതിൽ ഏതാണ് ശരി? ആദ്യം ഞാ എഴുതണം, പിന്നെ ജ എഴുതണം. അതുകൊണ്ട് ബി ആണ് ശരി. പ്രവൃത്തി പ്രവൃത്തി എന്ന് എഴുതുമ്പോൾ സാധാരണ പ്രവർത്തനം എന്ന് നമ്മൾ എഴുതാറുള്ളത് കൊണ്ട് പ്രവർത്തി എന്ന് എഴുതും നമ്മൾ. അങ്ങനെ അബദ്ധം സംഭവിച്ചു പോകരുത്. പ്രവൃത്തി എന്നാണ് എഴുതേണ്ടത്. മഹത്വം, അവിടെ മഹത്വം എന്നല്ല, മഹത്വം എന്ന് തന്നെയാണ്. സൂക്ഷ്മം, മൂഢൻ, ഉച്ഛിഷ്ടം. ഉച്ഛിഷ്ടം എന്ന് എഴുതുമ്പോൾ ച എഴുതിയിരിക്കുന്നത് എങ്ങനെ എന്നത് പ്രത്യേകം നമ്മൾ ശ്രദ്ധിക്കുക. അവസാനം ടം എന്നാണ്, ഠ അല്ല എന്നും ശ്രദ്ധിക്കുക. മനുഷ്യത്വം, അവിടെ മനുഷ്യത്വം എന്നല്ല. അതിന് താഴെ വിഡ്ഢിത്തം എന്ന് എഴുതിയത് കാണാമല്ലോ. വിഡ്ഢിത്തം എന്ന് എഴുതുന്നത് പോലെ അല്ല മനുഷ്യത്വം എന്ന് എഴുതുന്നത്. ത്വം ആണ്, തം അല്ല. കൃത്രിമം, ആഡംബരം, അധപതനം. ആധ്യക്ഷ്യം, അധ്യക്ഷത വഹിച്ചു എന്നൊക്കെ നമ്മൾ പറയാറുണ്ടല്ലോ. അതുകൊണ്ട് തന്നെ അധ്യക്ഷം എന്ന് നമ്മൾ എഴുതി പോവാറുണ്ട്. അധ്യക്ഷം എന്നല്ല, ആധ്യക്ഷം എന്നാണ് എഴുതേണ്ടത്. അന്ധകരണം, പശ്ചാത്താപം, പുനഃപരിശോധന, സ്രഷ്ടാവ്. സൃഷ്ടാവ് എന്നാണ് സാധാരണ സംസാരിക്കുമ്പോൾ പറയാറുള്ളത്. അതുകൊണ്ട് സിർ എന്ന് എഴുതി പോകും. സിർ എന്നല്ല എഴുതേണ്ടത്, സ്ര എന്നാണ് എഴുതേണ്ടത്. സ്രഷ്ടാവ്. മനപീഠ, ഹാർദം, മനസാക്ഷി, പഞ്ചരം. പഞ്ചരം എഴുതുമ്പോൾ ആദ്യം ഞ് പിന്നെ ജ. അത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോവാൻ പാടില്ല. ആദ്യം ജ എഴുതി പിന്നെ ഞാ എഴുതാൻ പാടില്ല. ആദ്യം ഞ് എന്ന് എഴുതി പിന്നെ ജ എന്ന് എഴുതുകയാണ് വേണ്ടത്. മനസാക്ഷി എന്നത് നമ്മൾ ശ്രദ്ധിക്കുക, രണ്ട് രൂപത്തിൽ എഴുതിയിരിക്കുന്നു. അതായത് മന എന്ന് കഴിഞ്ഞതിന് ശേഷം രണ്ട് പുള്ളി കാണാമല്ലോ, അതിനെ വിസർഗം എന്നാണ് പറയുക. വിസർഗം വന്നാൽ വിസർഗത്തിന് ശേഷം സ ശ ഷ ഇതിൽ ഏതെങ്കിലും ഒരു അക്ഷരമാണ് വരുന്നതെങ്കിൽ നമുക്ക് രണ്ട് രൂപത്തിൽ എഴുതാം. ഒന്ന് ഈ വിസർഗം എഴുതിയിട്ട്, അഥവാ വിസർഗത്തോടെ, അഥവാ രണ്ട് പുള്ളി ഇട്ടിട്ട് മുകളിൽ കാണുന്ന പോലെ എഴുതാം. അല്ലെങ്കിൽ വിസർഗം ഒഴിവാക്കിയിട്ട് എഴുതാം. വിസർഗം ഒഴിവാക്കുകയാണെങ്കിൽ ഈ അക്ഷരം ഇരട്ടിപ്പിക്കണം. ഇവിടെ കണ്ടല്ലോ, വിസർഗത്തിന് ശേഷമുള്ള സ എന്ന അക്ഷരം ഇരട്ടിപ്പിച്ചിരിക്കുന്നു, രണ്ടെണ്ണം എഴുതിയിരിക്കുന്നു വിസർഗം ഒഴിവാക്കിയപ്പോൾ. മനസാക്ഷി. അപ്പൊ ശ ഷ സ ഇതിലേതെങ്കിലും ഒരു അക്ഷരം ആണ് വരുന്നതെങ്കിൽ, വിസർഗത്തിന് ശേഷം വരുന്നതെങ്കിൽ നമുക്ക് വിസർഗത്തോടെയും അല്ലെങ്കിൽ വിസർഗം ഒഴിവാക്കിയിട്ടും എഴുതാവുന്നതാണ്. വിസർഗം ഒഴിവാക്കുകയാണെങ്കിൽ ആ അക്ഷരം നമ്മൾ ഇരട്ടിപ്പിക്കേണ്ടി വരും. അങ്ങനെയാണ് എഴുതേണ്ടത്. ഇവിടെ താഴെ മറ്റൊരു ഉദാഹരണം കാണാം. മനസമാധാനം. മന എന്ന് എഴുതിയിട്ട് വിസർഗം ഇട്ടിരിക്കുന്നു, എന്നിട്ട് സമാധാനം എന്ന് എഴുതിയിരിക്കുന്നു. മന വിസർഗം ഒഴിവാക്കുകയാണെങ്കിൽ സ ഇരട്ടിപ്പിക്കണം, മനസ്സമാധാനം. നിശബ്ദം, അവിടെ നീ എന്ന് എഴുതിയിട്ട് വിസർഗം ഇട്ടിരിക്കുന്നു. വിസർഗം ഒഴിവാക്കുകയാണെങ്കിൽ ഷ ഇരട്ടിപ്പിക്കണം. ഇത് ശ ഷ സ ഇതിൽ ഏതെങ്കിലും, ഈ മൂന്നെണ്ണത്തിൽ ഏതെങ്കിലും ഒന്ന് വിസർഗത്തിന് ശേഷം വന്നാലാണ് ഈ കാര്യം ശ്രദ്ധിക്കേണ്ടത്. ഇനി ഒരു PSC ചോദ്യം. 2003 എറണാകുളം ജില്ലയിൽ നടന്ന LDC പരീക്ഷയിലെ ചോദ്യമാണ്. താഴെ പറയുന്നതിൽ ശരിയായ രൂപം ഏത്? എ. അദ്ദേഹത്തെ ഹാർദവമായി സ്വാഗതം ചെയ്തു. ബി. അദ്ദേഹത്തെ ഹാർദമായി സ്വാഗതം ചെയ്തു. സി. അദ്ദേഹത്തെ ഹാർദവത്തോടെ സ്വാഗതം ചെയ്തു. ഡി. അദ്ദേഹത്തെ സന്തോഷത്തോടെ ഹാർദമായി സ്വാഗതം ചെയ്തു. ഇതിൽ ശരിയേതാണ് എന്നാണ് ചോദ്യം. ബി ആണ് ശരി. അദ്ദേഹത്തെ ഹാർദമായി സ്വാഗതം ചെയ്തു. ബി ആണ് ശരി. അദ്ദേഹത്തെ ഹാർദമായി സ്വാഗതം ചെയ്തു. തപശക്തി. തപശക്തി എന്നതിൽ വിസർഗമുണ്ട്. വിസർഗത്തിന് ശേഷം ശ എന്ന അക്ഷരമാണ് വന്നിരിക്കുന്നത്. അതുകൊണ്ട് നമുക്ക് രണ്ട് രൂപത്തിൽ എഴുതാം. വിസർഗത്തോടെയും എഴുതാം, വിസർഗം ഒഴിവാക്കിയിട്ടും എഴുതാം. വിസർഗം ഒഴിവാക്കുകയാണെങ്കിൽ ആ അക്ഷരം ഇരട്ടിപ്പിക്കണം. അത് നേരത്തെ നമ്മൾ വിശദീകരിച്ചല്ലോ, അത് മനസ്സിലായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. ദ്വന്ദ്വയുദ്ധം. ദ്വന്ദ്വയുദ്ധം എന്ന് പറയുമ്പോൾ രണ്ടാമത്തെ അക്ഷരം ശ്രദ്ധിക്കുക, ദ്വന്ദ്വ.
അവിടെ എന്ത്വാ എന്ന് എഴുതിയിരിക്കുക ഞായും തായും ചേർന്നതല്ല, നായും ദായും ചേർന്നതാണ് എന്നത് പ്രത്യേകം ശ്രദ്ധിക്കുക. ദ്വന്ദ്വ യുദ്ധം. പക്ഷേ ആധുനികം, പിന്നാക്കം, പിന്നോക്കം അല്ല പിന്നാക്കം എന്നാണ് എഴുതിയിരിക്കുന്നത്. നൈസർഗികം, അവിടെ 2 ഗ ഉണ്ട്, നൈസർഗികം എന്ന് എഴുതുമ്പോൾ. ബീഭത്സം, ബീഭത്സം എന്ന് എഴുതുമ്പോൾ ആദ്യം ബി പിന്നെയാണ് ഭ. അത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോകരുത്. ഭീഭത്സം എന്നാണോ എന്ന് നമുക്ക് സംശയം തോന്നാം. ഇവിടെ പ്രത്യേകം ശ്രദ്ധിക്കുക, ആദ്യം ബായാണ് പിന്നെയാണ് ഭ എഴുതിയിരിക്കുന്നത്. പ്രവർത്തനം, ഭീകരം, ക്രിസ്തബ്ദം, ക്രിസ്തബ്ദം എന്നല്ലേ ത്വ എന്ന് എഴുതിയത് പ്രത്യേകം ശ്രദ്ധിക്കുക. ക്രിസ്തബ്ദം ത്വ ആണ് എഴുതിയിരിക്കുന്നത്. പ്രാഗൽഭ്യം. വിദ്യുത് ശക്തി, ച എഴുതിയിരിക്കുന്നത് പ്രത്യേകം ശ്രദ്ധിക്കുക. മാനസികം, ശരത്ചന്ദ്രൻ, രാപ്പകൽ, ഭഗവത്ഗീത. ഉത്കണ്ഠ, ഉത്കണ്ഠ എന്നാണ് സാധാരണ നമ്മൾ പറയാറുള്ളത്. അതുകൊണ്ട് തന്നെ എഴുതുമ്പോൾ ഒരുപാട് തെറ്റ് സംഭവിക്കാവുന്നതാണ്. ഉൽ എന്നല്ല എഴുതുമ്പോൾ ഉള്ളത്, ഉദ് എന്നാണ് എഴുതിയിരിക്കുന്നത്. കായാണ്. അപ്പൊ ഉത്കണ്ഠ എഴുതിയിരിക്കുന്ന ഢായും പ്രത്യേകം ശ്രദ്ധിക്കുക. ഉത്കണ്ഠ. സാൻമാർഗികം, സന്മാർഗം എന്നാണല്ലോ പറയാറുള്ളത്. അതുകൊണ്ട് സന്മാർഗികം എന്നൊരു പക്ഷെ എഴുതി പോയേക്കാം. സന്മാർഗികമല്ല, സാൻമാർഗികം. കണ്ടുപിടിത്തം, ഹ്രസ്വം, ഹൃ എന്നാണ് നമ്മൾ ഉച്ചരിക്കാറുള്ളത്. ഹ്രസ്വം, ഹ്രസ്വകാലം എന്നൊക്കെ പറയും. പക്ഷെ എഴുതുമ്പോൾ ഹ്ര എന്നാണ് എഴുതിയിരിക്കുന്നത്. ഹ്രസ്വം. കൃത്യനിഷ്ഠ, എഴുതിയിരിക്കുന്നതിലെ അവസാനത്തെ അക്ഷരം ശ്രദ്ധിക്കുക. ഠായാണ് എഴുതിയിരിക്കുന്നത്, ടായല്ല. കൃത്യനിഷ്ഠ. സ്ഫടികം. ഒരു കേട്ടറ്റ് പരീക്ഷയിൽ വന്ന ചോദ്യം നോക്കാം. ചുവടെ കൊടുത്തവയിൽ ശരിയായി എഴുതിയ പദം ഏത്? എ കൃത്യനിഷ്ഠ. കൃത്യനിഷ്ഠ ശരിയല്ല എന്ന് ഇപ്പോൾ നമുക്ക് മനസ്സിലായി. ഇപ്പോൾ നമ്മൾ പഠിച്ചതാണ്. അവസാനം എഴുതിയ ട ശരിയായിട്ടല്ല എഴുതിയിരിക്കുന്നത്, ഠായാണ് എഴുതേണ്ടത്. പ്രതിച്ഛായ, അതും തെറ്റാണ്. പ്രതിപാദനം, അതും തെറ്റാണ്. ഡി ആണ് ശരി. ജിജ്ഞാസ, ജിജ്ഞാസ ഡി ആണ് ശരി. കാരാഗൃഹം, കാരാഗൃഹം എന്ന് എഴുതുമ്പോൾ ഗ്ര എന്നായി പോവാതിരിക്കാൻ ശ്രദ്ധിക്കുക. ഗൃ എന്നാണ് എഴുതേണ്ടത്, ഗ്ര അല്ല. കാരാഗൃഹം. ക്ഷണപത്രിക. ഐച്ഛികം, ച എഴുതിയത് പ്രത്യേകം ശ്രദ്ധിക്കുക. ധർമ്മിഷ്ഠൻ, അവിടെ എഴുതിയ ഠ എന്ന അക്ഷരം ശ്രദ്ധിക്കുക. അത് ട ആയി പോവാതിരിക്കാൻ. ധർമ്മിഷ്ഠൻ. ആപാദചൂഢം. കിംവദന്തി. അഗാധം, അഗാധം എന്ന് എഴുതുമ്പോൾ ധ മാറിപ്പോവാതിരിക്കാൻ ശ്രദ്ധിക്കുക. ഗുമസ്തൻ, സ്ഥ എന്നല്ല ഗുമസ്ത എന്നാണ്, തായാണ് എഴുതിയിരിക്കുന്നത്. അധിഷ്ഠിതം, അവിടെയും ട മാറിപ്പോവാം. അധിഷ്ഠിതം എന്നത് ട എഴുതി പോവാം. ഘാതകൻ. അനുഗ്രഹം, അവിടെ ഗ്ര എന്നതിലും മാറിപ്പോവാതിരിക്കാൻ ശ്രദ്ധിക്കുക. ജാഗ്രത. അന്തശ്ചിദ്രം. ദ്രുതഗതി. അസന്ദിഗ്ധം. അസന്നിഗ്ധം എന്ന് നമ്മൾ പറയുമ്പോൾ സ കഴിഞ്ഞതിന് ശേഷം ന നമ്മൾ എഴുതി പോവാവുന്നതാണ്. അപ്പോൾ പ്രത്യേകമായി ശ്രദ്ധിക്കുക. അസന്ദിഗ്ധം. സത്യഗ്രഹം എന്നും സത്യാഗ്രഹം എന്നും എഴുതാവുന്നതാണ്. അസ്തപ്രജ്ഞൻ, അസ്തപ്രജ്ഞൻ. ജ്യോതിഷം, ജ്യോതിഷം എന്നാണ് നമ്മൾ സാധാരണ പറയാറുള്ളത്. അപ്പൊ ജ്യോ എന്നാണ് എഴുതേണ്ടത്. ജ്യോതിഷം. ജാഗ്രതവസ്ഥ, ജാഗ്രതവസ്ഥ. ജഡിതി. ജനാധിപത്യം. തത്വം. ഗീതഗോവിന്ദം. ത്വഗ് രോഗം. ത്വക്കിലുണ്ടാകുന്ന രോഗങ്ങൾക്കാണ് ത്വഗ് രോഗം എന്ന് പറയുന്നത്. അതുകൊണ്ട് നമ്മൾ ക എന്ന് എഴുതി പോവാൻ സാധ്യതയുണ്ട്. ത്വഗ് രോഗം എന്നാണ് എഴുതേണ്ടത്. ഒരു കേട്ടറ്റ് പരീക്ഷയിൽ വന്ന ഒരു ചോദ്യം കൂടി നമുക്ക് നോക്കാം. തെറ്റായി എഴുതിയ പദം കണ്ടെത്തുക. പാലായനം, ഹാർദം, വിമ്മിട്ടം, പന്ഥാവ്. ഇതിൽ ഈ ചോദ്യപേപ്പർ ഉപയോഗിച്ചുകൊണ്ട് ഉത്തരം എഴുതിയ ആൾ എഴുതിയിരിക്കുന്നത് ബി ആണ്. അയാൾ അടയാളപ്പെടുത്തിയത് ബിയിലാണല്ലോ.
ഹാർദം എന്നത് ഒരുപക്ഷെ ഹാർദവം എന്നായിരിക്കും അയാൾ പ്രതീക്ഷിച്ചിട്ടുണ്ടാവുക. അത് തെറ്റാണല്ലോ. വിമ്മിത്തം എന്നത് ഇങ്ങനെയാണ് എഴുതുക എന്നും നമ്മൾ നേരത്തെ പഠിച്ചു. അപ്പോൾ ബിയും സിയും ശരിയാണ്, നമുക്ക് സംശയമില്ല. ഡിയും ശരിയാണ്, പന്ഥാവ് എന്നാണ് എഴുതുക. എ ആണ് തെറ്റ്, പാലായനമല്ല പലായനമാണ്. അതുകൊണ്ട് എ ആണ് തെറ്റായിട്ട് എഴുതിയിരിക്കുന്നത്.